സഹോദരങ്ങളെ, അസുരി പഴച്ചിട്ടുണ്ട്, അടിസ്ഥാനം പഴച്ചിട്ടുണ്ട്. എന്താണോ അഹ്ലുസുന്ന സ്വീകരിച്ചു പോകുന്ന രീതി, ആ രീതിയിൽ നിന്ന് ബഹുദൂരം പിറകോട്ട് പോയിട്ടുണ്ട് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുക. ഇത് അഹ്ലുസുന്നയുടെ പാരമ്പര്യമല്ല, ഇത് മുഅ്തസിലി പാരമ്പര്യമാണ്. ഈ നിഷേധങ്ങൾ മുഅ്തസിലി പാരമ്പര്യമാണ്. കഴിഞ്ഞ ഭാഷകൾ പറഞ്ഞു. അപ്പോൾ അവർക്കൊരു പ്രയാസം, മുഅ്തസിലിയൊക്കെ പറയുമ്പോൾ അത് തങ്ങൾ പിന്നെ വ്യക്തിഹത്യല്ലേ, അത് ആക്ഷേപല്ലേ, അറബി പറഞ്ഞ ആക്ഷേപമല്ല, അതൊക്കെ ഇത് ആക്ഷേപിച്ചതല്ല. നിങ്ങൾ മുഅ്തസിലിയാണ് എന്നല്ല പറയുന്നത്. മുഅ്തസിലിയാക്കൾ അതേ അസുരാണ്, അതേ പാരമ്പര്യമാണ് ഇതിൽ. അത് നിങ്ങളും സമ്മതിക്കുന്നുണ്ട്. അഴിമതി തന്നെ പറയട്ടെ, ഇതിന് അവർക്ക് ആരാണ് ഇതിന് മുൻഗാമി ഉള്ളത്? അദ്ദേഹം പറഞ്ഞോട്ടെ. ജസ്സാസിനെ പോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാര്, അതുപോലെ തന്നെ വേറെ ഒരുപാട് പണ്ഡിതന്മാര് ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇമാം ജസ്സാസ് അദ്ദേഹം വളരെ പ്രഗത്ഭനാണ്. അബൂബക്കർ ജസ്സാസ് അദ്ദേഹം ഹനഫി മദ്ഹബിലെ വലിയ പണ്ഡിതനാണ്, ധാരാളം ഗ്രന്ഥങ്ങളുടെ കർത്താവാണ്. അദ്ദേഹം സിഹ്റുമായി ബന്ധപ്പെട്ട ഹദീസിനെ വിശകലനം നടത്തിയിട്ട് എഴുതിയിട്ടുള്ളതാണിത്. വളരെ കൃത്യമാണ്. ഖുർആനിനെതിരാണ്, ഹദീസിലുള്ള വൈരുദ്ധ്യങ്ങൾ, പോരായ്മകളൊക്കെ ചൂണ്ടിക്കാണിച്ച് മുൻകാല പണ്ഡിതന്മാർ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെയും പണ്ഡിതന്മാർ ഇത്തരത്തിൽ ഈ ഹദീസിനെ വിലയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ അബൂബക്കർ അസബിനെ പോലെയുള്ള ആളുകൾ ഈ സിഹ്റുമായി ബന്ധപ്പെട്ട ഹദീസ് അത് വ്യാജമാണ്, ഖുർആനിനെതിരാണ്, പോരായ്മ. അപ്പൊ കണ്ടു, ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. രണ്ടാളെ പേര് രണ്ടും മുഅ്തസിലിയാക്കളാ. രണ്ടാളെ പേരെ പറഞ്ഞ്, ഒന്ന് അബൂബക്കർ അസ്വമ്മ്, മറ്റേ അബൂബക്കർ ജസ്വാസ്. അബൂബക്കർ അസ്വമ്മാര ഷെയ്ഖുൽ മുഅ്തസിലാണ്, മുഅ്തസിലിയാക്കളുടെ വലിയ നേതാവ് അബൂബക്കർ അസ്വമ്മ്. അല്ല, മൂപ്പര് പറഞ്ഞത് ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, തപ്പിട്ട് കിട്ടണ്ടേ. ആ കിട്ടി രണ്ടാളെ പേരാ, രണ്ടും മുഅ്തസിലി ആശയമുള്ളവരാ. ഒന്ന് തനിച്ച മുഅ്തസിലി, അല്ല അബൂബക്കർ അസ്വമ്മ്. അഹ്ലുസുന്ന അദ്ദേഹത്തിന് ഒരുപാട് മറുപടികൾ പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖുൽ മുഅ്തസിലിയാക്കൾ ഷെയ്ഖായി അറിയപ്പെട്ട അബൂബക്കർ അസ്വമ്മ്. അതാണ് ഓർക്കുന്ന ഒരു പാരമ്പര്യം തന്നെ വായിച്ചത്. ജസ്വാസ് ഹനഫി പണ്ഡിതനാണ്, ഫിഖഹിൽ ഹനഫി മദ്ഹബിലാണ്. എന്നാൽ വിശ്വാസരംഗത്ത് പല വിഷയത്തിലും മുഅ്തസിലി നിലപാട് സ്വീകരിച്ചവരാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ അഹ്കാമുൽ ഖുർആൻ തഫ്സീറൊക്കെ അതിൽ പല രംഗത്തും മുഅ്തസിലി നിലപാട് സ്വീകരിച്ചത് കൊണ്ട് വിമർശിക്കപ്പെട്ട പണ്ഡിതനാണ് അബൂബക്കർ ജസ്വാസ്. അപ്പൊ ആകെ പറഞ്ഞ രണ്ടാള് രണ്ടും മുഅ്തസിലി നിലപാട് പറഞ്ഞവരാണ്. ഇതേ ഉള്ളു പറയാൻ, അല്ലാത്ത പറയാൻ കഴിയില്ല. ഇമാം ബുഖാരിയെ തള്ളിയിട്ട്, ഇമാം മുസ്ലിമെ തള്ളിയിട്ട്, ഇമാം അഹ്മദിനെ തള്ളിയിട്ട്, ഇബ്നു തൈമിയെ തള്ളിയിട്ട്, ഇബ്നു ഖയ്യിമിനെ തള്ളിയിട്ട്, ഇബ്നു കസീറിനെ തള്ളിയിട്ട്, ലോകത്ത് വന്ന അഹ്ലുസുന്നയുടെ നേതാക്കന്മാരെ മുഴുവൻ തള്ളിക്കളഞ്ഞിട്ട് അവസാനം രണ്ട് പൂർവികന്മാരെ വായിക്കാൻ കിട്ടിയതാ മുഅ്തസിലി ചിന്താഗതിയുള്ളവരെ. ഇതാ ഞങ്ങൾ പറഞ്ഞത്, ഈ അഹ്ലുസുന്നയുടെ പാരമ്പര്യമല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അഹ്ലുസുന്നയുടെ പാരമ്പര്യമില്ല, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെയും പാരമ്പര്യമില്ല. കാരണം പ്രമാണ നിഷേധം മുജാഹിദ് പാരമ്പര്യമല്ല.